ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും ഐഷൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ സ്റ്റാറ്റസ് വെച്ചിട്ട് അതിൽ നിന്ന് വ്യൂസിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരാളെയും അതുപോലെ തന്നെ കമൻ്റ് ഒരാളെയും ഇപ്പോൾ എന്താ ഞാൻ ഇപ്പോൾ ഒരു നമ്മളെ കഫ്താന അപ്ലോഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാനുള്ള ഇതുവരെയുള്ളവർ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എന്തൊക്കെയോ പറയാൻ മറന്നുപോയി. അപ്പം ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് 56 ലെങ്ത്തിൽ ഉള്ള നൈറ്റ് കേട്ടോ. അപ്പം നമ്മളെ കട എവിടെ വരുന്നത്, കാരണം ഞാനത് എന്നും പറയാൻ മറക്കും. അപ്പോൾ ഓർമ്മ കിട്ടുമ്പോൾ ഓരോന്ന് പറയണതാണ്. അപ്പം നമ്മളെ കട എവിടെയാണ് വരുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മലപ്പുറം കീരംകുണ്ട് KK അങ്ങാടി ആണ്, കുറുവ കൂട്ടിലങ്ങാടി എന്നൊക്കെ പറയും. അപ്പോൾ മിഞ്ഞാന്ന് ജംബോ ഓർഡർ എടുക്കുന്ന അടിയിൽ ഞാനൊന്ന് മുങ്ങിപ്പോയി. അപ്പോൾ കുറേ ആൾക്കാർ മെസ്സേജിന് അതിൻ്റെ ഇടയിൽ തീരെ ആവണോണ്ടാണ് കേട്ടോ. ഇപ്പോൾ ഈ പർച്ചേസും കാര്യങ്ങളും ഉറക്കമില്ലായ്മയും ഒക്കെ പാടായിട്ട് ഭയങ്കര ക്ഷീണവും തലവേദനയൊക്കെ പാടായി പെട്ടെന്ന് പോകേണ്ടി വന്നതാണ്. അപ്പോൾ 250 രൂപയാണ് കേട്ടോ. എംബ്രോയിഡറി നെക്കാണ് വരുന്നത്, സിബ് വരുന്നുണ്ട്. ഒരു സൈഡിൽ ഇങ്ങനെയും ഒരു സൈഡിൽ ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഫ്രണ്ട് അതുപോലെ തന്നെയാണ് കേട്ടോ, അല്ല ബാക്കും അതുപോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. 250 രൂപയാണ് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കളറ് ഇതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ കളർ വരുന്നത് ഇതാണ്, കണ്ടില്ലേ. ക്യാമറ ബാക്കിക്ക് പോയി കുറച്ചും കൂടി. അപ്പോൾ ഇതാട്ടോ ഇങ്ങനെയാണ് കേട്ടോ അത് വരുന്നത്, രണ്ടാമത്തെ കളർ വരുന്നത്. അതിൻ്റെ ഇനി അങ്ങനെ ആക്കുക, അത്ര അവർക്ക് കാണൂല്ലോ, പ്രിന്റ് കാണൂലേ. മൂന്നാമത്തെ കളർ 250 രൂപയാണ് കേട്ടോ. 250 രൂപയാണ്. അതിന്റെ ചെസ്റ്റ് ടാപ്പ് എടുത്തോളാ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ തന്നെ ഉണ്ടാകാൻ പറ്റത്. അപ്പൊ 46 ചെസ്റ്റ് വീതിയാണ് കേട്ടോ വരുന്നത്. 48 കറക്റ്റ് 46 ചെസ്റ്റ് വീതിയാണ് വരുന്നത്. സ്ലീവ് അത്യാവശ്യം സ്ലീവ് ഉണ്ട് കേട്ടോ. 15 ഇഞ്ചിലാണ് സ്ലീവ് വരുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ 4 1 2 3 4 കളറിലാ തോന്നുന്നു ഇത് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇതാണ്. അപ്പൊ അത് വരുന്നത് 250-ലാണ്. എംബ്രോയിഡറി നെക്കാണ്. ഇതൊന്നും ചിലപ്പോൾ കൂടുതൽ പീസുകൾ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അടുത്തത് കാണില്ലേ, ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ചെറിയൊരു പൈപ്പിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു പൈപ്പിങ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് എംബ്രോയിഡറി നെക്കാണ് വരുന്നത്. സ്ലീവ് ഇത് കണ്ടില്ലേ. അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് അളവ് വരുന്നത്, ഇതിൻ്റെ ഒന്നും ഇനി ചെസ്റ്റ് അളവ് ഫോണിൽ ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു തരില്ല കേട്ടോ. കാരണം എന്താ വെച്ചാലോ, സീസൺ ആയ സമയത്ത് ഇത് തന്നെ 24 കറക്റ്റ് ആയിട്ടാണുള്ളത്. ചെസ്റ്റ് വീതി വരുന്നത് 24 സ്ലീവ് ലെങ്ത് 14 ഇഞ്ച് വരുന്നുണ്ട്. ഹിപ്പ് സൈസും 24 തന്നെയാണ് കേട്ടോ. 24 തന്നെയാണ് ഹിപ്പ് സൈസും വരുന്നത്. അപ്പൊ ഇതിന്റെ ഇത് എത്ര ലെങ്ത്, ഇത് എത്ര ചെസ്റ്റ് അളവ്, ഇത് എത്രയാണ് സ്ലീവ് ലെങ്ത് ഇനി നമ്മൾ പറഞ്ഞു തരില്ല. കാരണം നിങ്ങൾക്കിത് കൺഫേം ആണെങ്കിൽ, കാരണം 48 ചെസ്റ്റ് വീതി കറക്റ്റ് ഉള്ളവർ എടുക്കരുത്, കാരണം കോട്ടൺ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പറയണത്. കണ്ടല്ലോ, എന്നാലും എല്ലാത്തിനും റേറ്റും കാര്യങ്ങളും പറയും. എന്നാലും ഒരു വന്നിട്ട് ഇതിനെത്ര റേറ്റ്, ഇതിന്റെ സ്ലീവ് എത്രയാണ്, ഇതിന്റെ ലെങ്ത് എത്രയാണ് എന്ന് വെച്ചുകൊണ്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചു കൊണ്ടിരിക്കും. ചിലപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ അളക്കണത്, നമ്മളിപ്പോൾ ഇന്നൊരു വീഡിയോ എടുത്ത് ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞ് വേറെ വീഡിയോ എടുക്കും, അത് കഴിഞ്ഞ് കുറച്ച് വേറെ വീഡിയോ എടുക്കും. അപ്പൊ നമ്മള് അപ്പൊ നമ്മളോട് ഇത് ചോദിക്കുമ്പോ ഇത് എത്രയാന്ന് അറിയില്ല. അപ്പൊ
അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ചെസ്റ്റ് അളവൊന്നും വീഡിയോസ് നോക്കി കറക്റ്റ് ആക്കിയിട്ട് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ കൺഫേം ആണെങ്കിൽ മെസ്സേജ് അയക്കുക. കാരണം എന്താ വെച്ചാൽ കസ്റ്റമർ എപ്പോഴും കടയിലുണ്ടാകും, ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ വീഡിയോസ് എടുക്കാൻ വേറെ സ്ഥലമില്ല. ഇപ്പം ഞങ്ങൾ കസ്റ്റമർ പോകാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ ഇതതിൻ്റെ ബ്ലൂ ആണ് കേട്ടോ, ബ്ലൂ ആണ്. ഞാൻ കുറേ ദിവസം അതിൻ്റെ കണ്ണിങ്ങനെ ഇട്ട് കിടക്കണ്, തലൻ്റെ ഇവിടെ ഭയങ്കര അടി കിട്ടിയ പോലെ കുറച്ച് ദിവസമായിട്ട് ഓരോരോ ടെൻഷനോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പാച്ചിലല്ലേ. അപ്പോഴൊക്കെ ഞാൻ എൻ്റെ കണ്ണിന് കാഴ്ച പോവാണോ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. പിന്നെ എനിക്ക് ഛർദിയൊക്കെ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയത്. അപ്പം എനിക്കൊരു സംശയം കേട്ടോ. അപ്പോൾ ഉപ്പും ഷുഗറും കുറക്കാൻ പറഞ്ഞു, പിന്നെ ടെൻഷന് ഒഴിവാക്കാൻ പറഞ്ഞിരിക്കണ, പിന്നെ ഉറങ്ങാൻ പറഞ്ഞിരിക്കണം. അത് രണ്ടും പറയില്ല കേട്ടോ, അതൊന്നും പറയില്ല. ഉറങ്ങി നല്ല സുഖമായിട്ടൊന്ന് ഉറങ്ങിച്ച പ്രശ്നം തീരും. പക്ഷെ എന്താ വെച്ചാല് ഞാൻ ഉറങ്ങിയാലല്ലേ എനിക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ ഇതാട്ടോ അടുത്തത് വരുന്നത്. അപ്പൊ ഇത് പ്യൂർ കോട്ടൺ ആണ്, എംബ്രോയിഡറി നെക്കാണ്. 250 രൂപയാണ് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത്. 250 രൂപ. നമ്മൾക്ക് നല്ല വർക്കുണ്ട്. 14 നമ്മൾ ഈ ഒരു മാസം നല്ല കഷ്ടപ്പെടണടാ. അപ്പൊ 14 ഇഞ്ചാണ് കേട്ടോ ഇത് വരുന്നത്. ഇത് ബ്ലാക്കിലല്ല, ബ്ലൂ ആണ് കേട്ടോ. ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഇതിന്റെ ഇത് വരുന്നത്. നിന്റെ കണ്ണ് ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു കണ്ണിന് പോയതൊന്നുമില്ല. അപ്പൊ 250 രൂപക്കാണ് എംബ്രോയിഡറി നെക്ക് മാക്സിയാണ് കേട്ടോ അതാട്ടോ. അപ്പോൾ 48 ചെസ്റ്റ് വീതി കറക്റ്റാണ്, കോട്ടൺ ആണ്. അപ്പോൾ നിങ്ങൾ ഷേപ്പ് ചെയ്തിട്ട് 24 ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റില്ല കേട്ടോ. കാരണം ഷേപ്പ് ചെയ്തിട്ട് 24 ആണെങ്കിൽ അത് നിങ്ങൾ അലക്കി ഇട്ട് മാക്സിയാണ് 24 വരുന്നത്. ഇത് നമ്മൾ ഇങ്ങനെ 24 പറയണത്. ചിലപ്പോൾ ഇത് നമ്മൾ അലക്കിയിട്ടൊന്നുമല്ലല്ലോ നിങ്ങൾക്ക് തരുന്നത്, നമ്മൾ ചെസ്റ്റ് അളവ് പറയുള്ളൂ. ചില കോട്ടന് ചുരുങ്ങും, ചില കോട്ടന് ചുരുങ്ങൂല. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ പറയണത്. അപ്പൊ ഇത് എന്താണ് കറക്റ്റ് ഷേപ്പിലാക്കി വെക്ക്. അത് വൃത്തിക്ക് ചെയ്യണം. അപ്പൊ അടുത്തത് കണ്ടല്ലേ അതിന്റെ കളർ ചേഞ്ച് ആണ്. അപ്പൊ ഇത് ഒരുപാട് പീസൊന്നും ചിലപ്പോ നമ്മളടുത്ത് സ്റ്റോക്ക് ഇല്ല, കാരണം ഇത് വന്നിട്ട് കുറച്ചായിരുന്നു. അപ്പോൾ ഇങ്ങനെ സിംഗിൾ നൈറ്റ് എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്മേ ഇനി നമ്മൾ ഒരു കുറച്ചിൽ കുറയില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എംബ്രോയിഡറി നെക്കിൽ വരുന്നതാണ്, 250-നാണ്. അപ്പോൾ 250 കേട്ടോ. അപ്പോൾ ഇത് വൈലറ്റിലാണ് വന്നിട്ടുള്ളത്. 48 ചെസ്റ്റ് വീതി വന്നിട്ടുള്ളത്. 15 ഇഞ്ചൊക്കെ സ്ലീവ് ലെങ്ത് വരുന്നുണ്ട്. അപ്പോൾ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് അയക്കുക. സ്ക്രീൻഷോട്ട് അയച്ചിട്ട് ഇതിൽ നിങ്ങളാ സൈസ് നിങ്ങൾക്ക് കറക്റ്റ് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതാണ് 250 രൂപ കേട്ടോ, 250 രൂപ. അതാ. അപ്പൊ ചിലതില് കൊറേ പീസ് ഉണ്ട്, ചിലത് അല്ല എന്നാലും റെഡി. അപ്പൊ ചോപ്പില് എംബ്രോയിഡറിനൊക്കെ ഇതാട്ടോ. അപ്പൊ ഇത് എത്ര ചെസ്റ്റ് വീതി ഞാൻ പറഞ്ഞു തരാം. ഇത് 40, മറ്റേതൊക്കെ 48 ഉണ്ടെങ്കിൽ ഇത് ഒരു പൊടിക്ക് കുറവുണ്ട്, 46. അപ്പൊ 44 ഉള്ളവരൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതാട്ടോ, ഈ സാധനമൊന്നും ഹോൾസെയിലില്ല. ഹോൾസെയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊറിയർ ചാർജിന്റെ പ്രശ്നം വരികയാണ്. അപ്പൊ നമ്മൾ എന്ത് വിചാരിച്ചു, ഹോൾസെയിൽ കൊടുക്കണില്ല. ഞാൻ ഹോൾസെയിൽ കൊടുക്കാനാണ് മറ്റേ മാക്സികളൊക്കെ ഇറക്കിയത്. പിന്നെ വിചാരിച്ചു ഹോൾസെയിലാവുമ്പോൾ കൊറിയർ ചാർജിന്റെ പ്രശ്നം നല്ലോണം വരുന്നുണ്ട്. അപ്പോൾ ഒരു പറയും ഞങ്ങൾക്ക് അവിടെ പോയാൽ അത്രക്ക് കിട്ടുമല്ലോ, ഇവിടെ പോയാൽ ഇത്രക്ക് കിട്ടുമല്ലോ. അപ്പോൾ വിചാരിച്ചു എന്നാൽ ഒരു അങ്ങനെ എടുക്കട്ടെ. കാരണം നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊറിയർ ചാർജ് നമുക്ക് വരുന്നുണ്ട്, പാക്കിങ് ഇത് വിടണീന് ചാർജ് വിടുന്നുണ്ട്, അവിടെ വരുന്നുണ്ട്. അല്ല, അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ചാർജ് കൊടുക്കണം. നമ്മൾ KSRTCക്ക് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ പോലും എന്താണ് ലഗേജിന് നമ്മൾ പൈസ കൊടുത്തിട്ടാണ് കൊണ്ടുവരുന്നത്. KSRTCയിൽ ഇപ്പം ഞങ്ങൾ പോരുകയാണെങ്കിൽ ഞങ്ങൾ KSRTCയിൽ ഏറ്റിട്ട് പോരും, എത്ര വലിയ ബണ്ടിലാണെങ്കിലും. ഇപ്പോൾ ചിലപ്പോൾ പോട്ടർമാർ ആരെങ്കിലും സഹായിക്കില്ല എന്നുണ്ടെങ്കിൽ
ഞങ്ങൾ രണ്ടാൾ ഏറ്റിട്ട് പോരും. അപ്പോഴും നമുക്ക് അവിടെ പോർട്ടർമാർക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു കൂലി കൊടുക്കണം, പിന്നെ അതുപോലെ KSRTCക്ക് ഒരു കൂലി കൊടുക്കണം, പിന്നെ അവിടുന്ന് അയച്ചു തരികയാണെങ്കിൽ അങ്ങനെ ഇതുണ്ട്. അപ്പൊ അവര് പറയുന്ന കൊറിയർ ചാർജ് നമ്മൾ കൊടുത്തിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത്. പക്ഷെ നമ്മളിത് ഡിസ്കൗണ്ട് ഇതിൽ കൊടുത്തിട്ട് ഒരു 10 രൂപ ലാഭം എടുത്തിട്ട് നമ്മൾ ഷാൾ മാക്സി കൊടുക്കുക, ആ ചുങ്കിടി മാക്സി ഒക്കെ കൊടുത്തിട്ട് പോലും കൊറിയർ ചാർജ് കിട്ടാതാവുമ്പോൾ ബുദ്ധിമുട്ട്. അപ്പൊ പിന്നെ വിചാരിച്ചു നമുക്ക് സിംഗിൾ തന്നെ ഇഷ്ടം പോലെ പോകും. അപ്പൊ നമ്മള് വിചാരിച്ച് ഓരോരുത്തർ, കാരണം കൊറിയർ ചാർജ് ഞാൻ ഒരു ബില്ലും വന്ന് ഇതുപോലും ഇട്ട് കൊടുത്തു, റേറ്റ് പോലും നമുക്ക് എത്രക്കാ കിട്ടിയിരിക്കണെന്നുള്ളത്. അപ്പോൾ ഇത് സിബ് വരുന്നില്ല. ഇത് നല്ല നമ്മളെ ചേച്ചിമാർക്ക് പറ്റിയ മാക്സിയാണ് കേട്ടോ. ഞാനത് സ്ലീവ് ഉണ്ട് വിചാരിച്ചിട്ട് എടുത്തു കൊടുത്തതായിരുന്നു. അപ്പോൾ ഇത് സ്ലീവ് ഇല്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ തറാവിസ്കരിച്ചുമ്പോഴൊക്കെ നിസ്കാർ കുപ്പായിൻ്റെ അടിയിലിടാൻ പറ്റും. 240 രൂപ, 240 രൂപയാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്ലീവ് എത്രയുള്ളൂ ചോദിച്ചിട്ടുണ്ടെങ്കിൽ രാത്രിയൊക്കെ ഇടാൻ നല്ല സുഖമാണ്. ചൂടല്ലേ, 7 ഇഞ്ച് വരുന്നുള്ളൂ. 7 ഇഞ്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെ വരുള്ളൂ കേട്ടോ. അത് പറഞ്ഞുതരാം. ഇനി 240 രൂപ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 52 ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എടുത്താൽ നിങ്ങൾക്ക് അടിയാണ് വെട്ടിയാൽ കയ്യിന് ഏക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് അതിലൊരു കളർ വരുന്നത്. ഈ പ്രിന്റ് മൊത്തം അങ്ങനെയാടാ തോന്നുന്നു. അപ്പോൾ ഇതാട്ടോ. അപ്പൊ അടുത്തൊരു കളർ വരുന്നത് ഇതാണ്. അപ്പൊ ഇതിന്റെ ചെസ്റ്റ് അളവ് പറഞ്ഞുതരാം. ഈ ടാപ്പ് ഇങ്ങനെ പൊന്തിച്ചുമ്പോ നിങ്ങളവിടെ വീഡിയോ വ്യൂസ് ആക്കണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിന്റെ ഇത് കേട്ടതിന് ശേഷം നിങ്ങൾ വീണ്ടും കണ്ടോളി. അല്ലാതെ നിങ്ങൾ വന്ന് ഇത് 46 കേട്ടോ. 46 കറക്റ്റാണ് ചെസ്റ്റ് വീതി വരുന്നത്. ഹിപ്പിന്റെ അവിടെ കുറച്ച് കൂടുതലുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ സ്ലീവ് ഞാൻ പറഞ്ഞില്ലേ 7 ഇഞ്ചാണ് വരുന്നത്. 52-54 ഉള്ളവർക്ക് എടുക്കാൻ പറ്റിയ മാക്സിയാണ്. സ്ലീവ് നിങ്ങൾക്ക് അടിയിൽ നിന്ന് കിട്ടും കേട്ടോ. അപ്പോൾ അവിടെ എനിക്ക് വെള്ളത്തിന് താഴ്ചയുണ്ട്. അപ്പോൾ കുറച്ചേരം പറയുമ്പോഴത്തേന് അപ്പോൾ അടുത്തൊരു കളർ വരുന്നത് ഇതാട്ടോ. എന്താണ് അതിൻ്റെ അടുത്തൊരു കളർ. നമ്മളെ ജംബോ സൈസ് മാക്സിന്റെ വീഡിയോ ഇറങ്ങിയല്ലോ, അവിടെ നിന്ന് ഇങ്ങോട്ട് ഇരിക്കാനും ഒന്നും വയ്യ, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇങ്ങോട്ട്. പിന്നെ നമ്മളെ പണി നമ്മൾ തന്നെ എടുക്കണ്ടേ വിചാരിച്ചിട്ട്. അപ്പൊ അടുത്ത 240 തന്നെയാണ് കേട്ടോ. കണ്ടില്ലേ, സിബില്ല കേട്ടോ. സിബില്ലാത്ത മാക്സിയാണ്. റജുവാടി കേട്ടോ മെറ്റീരിയല്. ഞാൻ ഇതിന്റെ നേരത്തെ കാണിച്ചതും 240ന്റെ റജുവാടിയാണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത്. അപ്പോൾ ചില പീസുകൾ കുറച്ചുള്ളൂ, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കാണിക്കണം. ഇത് 25 ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട്. പക്ഷെ 48 ചെസ്റ്റ് വീതി പറയാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ കോട്ടൺ ആണ്. ഞാൻ 25 പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, 25 കറക്റ്റ് ഉള്ളിൽ എടുക്കും. പിന്നെ നിങ്ങൾ ചിലപ്പോൾ ഒന്ന് തിരുമ്പി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ചുരുങ്ങിയാൽ. കാരണം ഇത് റജുവാടിയാണ്, കോട്ടൺ ആണ്. റജുവാട് കാണാൻ നല്ല ഭംഗിയാണ്. ചിലത് ചുരുങ്ങും, ചിലത് ചുരുങ്ങൂല. അപ്പൊ ഇത് കണ്ടിട്ട് നല്ല മെറ്റീരിയൽ കേട്ടോ. ആ റജുവാടിന്റെ പൊന്തപ്പുള്ള ആ ഇതൊന്നുമല്ല. അപ്പൊ 240 രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത്. ഇതിന്റെ സ്ലീവ് ഉണ്ടല്ലോ, സ്ലീവ് മറ്റിനെക്കാട്ടിലും കൂടുതലാണ്. മറ്റേതേ ഒരു കട്ട് ചെയ്തപ്പോ ചിലപ്പോ പേച്ചതേക്കറാം. അല്ലെങ്കിൽ ഒരു നമ്മളെ ചേച്ചി 12 ഇഞ്ച് വരുമ്പോഴേ നമ്മളെ എൻ്റെ കയ്യിൽ നിന്ന് ഇളന്നിട ടൈപ്പ് തിരിഞ്ഞു പോയി. ഇത്ര വരും കേട്ടോ. ഈ ഇവിടെ വരും 12 ഇഞ്ച്. അപ്പോൾ നിങ്ങളെ കൈ ചിലപ്പോൾ ചെറിയ കൈയേക്കാരം. എൻ്റെ നല്ല തടിയുള്ളത് കൊണ്ട് കണ്ടില്ലേ, ഇതാണ് അതിൻ്റെ ഒരു ഇത് വരുന്നത്. അപ്പോൾ ഒരു നോമ്പ് കഴിഞ്ഞു അല്ലേ. ഇത് സ്ലീവ് ഉണ്ട് കേട്ടോ. ഇത് സ്ലീവ് ഇല്ലാത്ത മാക്സി അല്ല, ഇത് അത്യാവശ്യം സ്ലീവ് ഉള്ള മാക്സിയാണ്. കണ്ടില്ലേ, സിബ് ഇല്ല എന്നുള്ളൂ. സിബ് വേണ്ടവർക്ക് ഇവിടെ ഇങ്ങനെ വെക്കാട്ടോ.
ഇതാട്ടോ ഇവിടെ ഇങ്ങനെ ഇതാക്കിയാൽ ഇവിടെ സിബൊക്കെ വെക്കാം. നല്ല സൂപ്പർ മാക്സിയാണ്. 240 ഉറുപ്പ്യുള്ളൂ. വാണെങ്കിൽ എടുത്ത് വെച്ചോളി. അപ്പം നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി കേട്ടോ. ഞാനൊരു 4 ദിവസം കൊണ്ട് ഞാൻ വരും. കഴിഞ്ഞ പ്രാവശ്യം ഇതേമാതിരി ഫസ്റ്റ് നോമ്പ് എനിക്ക് ഭയങ്കര കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഈ ദിവസമൊക്കെ ബാംഗ്ലൂരാണല്ലേ. ഇതാട്ടോ നമ്മള് അന്ന് ഞങ്ങള് ബസ്സിന്ന് KSRTC ഒരാള് നോമ്പ് തുറക്കാനും കൂടി അയക്കാതെ ഞങ്ങളെ നീപ്പിച്ചില്ലേ. വെള്ളം കൂടി കുടിച്ചാൻ അയക്കാതെ. കോഴിക്കോടക്ക് ആദ്യം കയറിയപ്പോ. അപ്പൊ ഇതാണ് കേട്ടോ. ഇത് ബ്ലാക്കിലാണ്, ഗോൾഡനിലാണ് വരുന്നത്. ഈ പ്രിന്റില് ഒരൊറ്റ സെറ്റിന് ഉള്ളു തോന്നുന്നു കേട്ടോ. മിക്സ് ചെയ്തിട്ടാ വെച്ചിക്കണോ തോന്നുന്നു, ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ നമ്മള് വാങ്ങിച്ചു ബസ് കയറിയിട്ട് നമ്മള് വെള്ളം കുടിക്കാൻ നമുക്ക് ബസ് വന്നു. ഓരോ യാത്രകളും ഓരോ അനുഭവങ്ങളാണ്. ഇഷ്ടം പോലെ അനുഭവങ്ങളുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ബുക്ക് അടിച്ചിറക്കണം. അതിന്റെ അടിയിൽ നിങ്ങൾ മാക്സി നോക്കിക്കോളൂ കേട്ടോ. ഇതാണ് ഇതിന്റെ അടിയിൽ ഇങ്ങനെ വരും. അപ്പൊ ഇത് 56 കറക്റ്റ് ഉള്ളതിൽ എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ 54 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കട്ട് ചെയ്തിട്ട് ഇത് നിങ്ങൾ സ്ലീവിന്, ഇത് അത്യാവശ്യം സ്ലീവ് ഇതുണ്ട്. ഒരു ബുക്ക് ഇറക്കണം. ഇതിന്റെ ഇത് വരുന്നത് 15 ഇഞ്ച് സ്ലീവ് വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം സ്ലീവ് ഉണ്ടല്ലോ. കാരണം ഞാൻ അങ്ങനെ വെച്ചുതരാം. ഇതിങ്ങനെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതാക്കണം കേട്ടോ. ഇതങ്ങനെ വരിക, കണ്ടില്ലേ? അപ്പോൾ ഇതിന്റെ ഇവിടെ ഒരു പ്രിന്റും ഇങ്ങനെ വന്നാല് ഇവിടെ ഒരു പ്രിന്റ്, താഴത്തും ആ പ്രിന്റ് ഉണ്ട്. സെന്ററിലൊക്കെ നല്ല വട്ടം മൈലാഞ്ചി പൂക്കളും ഉണ്ട്. എല്ലാരും കൈ ഒരേപോലെ ആവണമെന്നില്ല. ഞാനത് പറഞ്ഞോളൂ, എന്റെ തടിച്ച കൈയാണ്. എന്റെ ചിലപ്പോ നീളം കൂടുതൽ ഇക്കരം, അപ്പൊ നിങ്ങളത് ചിലപ്പോ ചെറിയ കയ്യേ കരം, അങ്ങനെയൊക്കെ ഉണ്ടാകും. അപ്പൊ കണ്ടില്ലേ, സൂപ്പർ മാക്സികളാണ്. സൂപ്പർ മാക്സികളാണ്. കണ്ടില്ലേ, ഇതിന്റെ അടിയിൽ ഇങ്ങനെ ഇത് വരുന്നുണ്ട് കേട്ടോ. ഞാൻ പറയും സൂപ്പർ മാക്സികളാണ്. ചിലപ്പോ ഇതാപ്പോ എന്റെ മാക്സികൾ ചോദിച്ചു. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്താ പറയാ, ഒരു ലൈക്ക് തരിക, അത്ര മതി. ഒരു ലൈക്ക് ഇട്ടാലും മതി. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലോ നിങ്ങൾ ഡിസ്ലൈക്ക് അടിച്ചോളി. ഇതാട്ടോ 240. ഒന്നും കൂടി നോക്കട്ടെ കേട്ടോ. 240 രൂപക്കാണ് കേട്ടോ മാക്സി. ഇതാണ് സൂപ്പറാണ്. അതും മോഡൽ നെക്കാണ് കേട്ടോ. അപ്പൊ അടുത്തൊരു മാക്സി വരുന്നത് കണ്ടില്ലേ, അടുത്തൊരു മാക്സി വരുന്നത് ഇതാണ് മക്കളെ. അതിന്റെ ഇതെന്ത് കളറാണ്? കോഫി കളറ്. ഇതാട്ടോ, ഇതിന്റെ താഴ്ഭാഗം ഇങ്ങനെ വരും. അപ്പൊ കണ്ടില്ലേ. അപ്പൊ ഇനി അടുത്തത്, അതില് അടുത്തത് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് ഞങ്ങളുടെ ഒരൊറ്റ സെറ്റ് തന്നെ ഉള്ളു കേട്ടോ. 4-5 കളർ മാത്രമേ ഉള്ളൂ. കാണില്ലേ ഇങ്ങനെ. ഇനിയാണ് ഇതിന്റെ കാണാൻ പോണ പൂരം. കണ്ടില്ലേ, കൊടമണികൾ ഇങ്ങനെ തൂങ്ങിയിട്ട്, കൊടമണിയല്ല, നമ്മളെ മംഗോളിയൻ ഡിസൈനാ വന്നിരിക്കണത്. ഇന്നെ വിട്ടിട്ട് ഈ മംഗോളിയൻ പോകൂല കേട്ടോ. കണ്ടില്ലേ, ഇങ്ങനെ തൂങ്ങിയിട്ട്. പക്ഷെ ഇത് വേറെയാണ്. അപ്പൊ ഇത് 56 കറക്റ്റ് ഉള്ളവര് എടുക്കണം കേട്ടോ. എന്നാലെന്താ നല്ല രസാണ്. നമ്മളെ ഈ റംസാൻ കരീന്നൊക്കെ ഇതുമ്പോ ഇമ്മ ഉണ്ടാവൂലോ ഒരു ഇതിങ്ങനെ തൂങ്ങിക്കണ ആ സാധനമാണ് വന്നിക്കണത്. ഇന്നലെ നമ്മളെ തേക്കും പൂവിന്റെ മാക്സി വെച്ചിട്ട് കൊറേ ആൾക്കാര് മെസ്സേജ് അയക്കും. ഞാൻ ആ വീഡിയോയില് പറഞ്ഞില്ല,
ആ തേക്കും അപ്പൊ ഞാൻ ചിലപ്പോ ഞാൻ പുറത്ത് എവിടെയെങ്കിലും എനിക്ക് പറഞ്ഞാൽ ആവില്ല. അവനോട് ആ തേക്കും പൂവില്ലേ, ആ തേക്കും പൂവ് ആ മാക്സി അറിയ ആ തേക്കും പൂവ് കഴിഞ്ഞു കേട്ടോ. ആ ചെറിയ ചെറിയ ലില്ലി പൂക്കളായിട്ട് നമ്മള് 2-3 പ്രാവശ്യമൊക്കെ എടുത്ത് കൊടുന്ന ഇപ്പൊ സാധനം അവിടെ. ഇത് 26 ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ. 26 ഞാൻ വെറുതെ പറയില്ല, ഇവിടെ കാണുന്നുണ്ടാവും വിചാരിച്ചു. ഇത് ഇവിടെ 25, ഇത് 26 കേട്ടോ. 26 ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ചെറിയൊരു കട്ടിങ് ഉണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, പക്ഷെ ഇതൊരൊറ്റ സെറ്റ് ചെയ്ത് തന്നിട്ടുള്ളൂ. ഞാൻ നോക്കിയിട്ട് കണ്ടില്ല ഇതിൻ്റെ. അപ്പൊ ഭാഗ്യമുള്ളൂ ആദ്യം കാണുന്നവർക്ക് എന്ത് ചെയ്യും, ഇത് കിട്ടും. ഒന്നാമത് സുഖമില്ലാതായി പോയി, അല്ലെങ്കിൽ നമുക്ക് റീസ്റ്റോക്ക് എടുക്കായിരുന്നു. നോക്കട്ടെ കേട്ടോ, കിട്ടണമെങ്കിൽ എടുക്കാം. നമ്മളിത് വീഡിയോ അപ്ലോഡ് ആക്കിയത് കണ്ടല്ലേ, ഇത് 5 സെക്കൻഡിലൊക്കെ സ്ക്രീൻഷോട്ട് ആക്കി വരുന്നത്. ഒരു ഫസ്റ്റ് 5 സെക്കൻഡ് 2 സെക്കൻഡ് ഒക്കെ ആകുമ്പോ ഒരു സ്ക്രീൻഷോട്ട്, വീഡിയോയില് സ്ക്രീൻഷോട്ട് വരും. എന്നിട്ട് റേറ്റ് പറയുന്നറിയാം. അപ്പൊ നമ്മൾ വിചാരിക്കും റേറ്റ് നേരെ നോക്കുമ്പോഴേക്കാണ് വീടിന്റെ അടിയില് ഇത്ര സമയം ആയി അപ്ലോഡ് ആക്കിയത് ഉണ്ടാവില്ലേ, കാരണം അത് വേഗം കിട്ടണം എന്നുള്ളതിലാണ്. അത് ഞാനായാലും നിങ്ങളായാലും ഇപ്പൊ നമ്മളെ കഫ്താന്റെ വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട്. ഞാനിപ്പോ ഫ്ലൈറ്റ് മോഡിൽ ഇട്ടിട്ടാണ്, കാരണം കോളും വരികയാണ്, മെസ്സേജും വരുന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റണില്ല. നമുക്ക് ആ സമയത്ത് വീഡിയോ എടുത്താലുള്ളൂ. പകൽ എന്തായാലും ഇനിയിപ്പോ വീഡിയോ എടുക്കല് നടക്കൂല. അപ്പൊ പക്ഷെ ഈ ആദ്യം അയക്കണ മെസ്സേജ് ചിലപ്പോ അടിയിൽ പോകും. പക്ഷെ ഞാൻ അടിയിന്ന് നോക്കലുണ്ട്, അടിയിന്ന് നോക്കി തുടങ്ങലുണ്ട്. പക്ഷെ ചില സമയത്ത് ഇങ്ങോട്ട് പിന്നെ ഞാൻ എന്താ ചോദിച്ചാല് വേഗം അഡ്രസ് ഉള്ളത് വേഗം ഇങ്ങോട്ട് കൺഫേം ആക്കി വെക്കലാണ്. മാക്സി ആയാലും ഏതായാലും അഡ്രസ് ഉണ്ടോ അതിന്റെ മുന്നേ ചിലപ്പോ ഓർഡർ തന്നോലൊക്കെ ഉണ്ടാവും. അഡ്രസ് ഉണ്ടെങ്കിൽ പിന്നെ അങ്ങനെ അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നമ്മളിപ്പോ അപ്പൊ അടുത്തൊരു 250 കേട്ടോ. 250 കണ്ടില്ലേ, ഇങ്ങനെയാണ് കേട്ടോ. ഈ സൈഡും ലൈനാണ്. ഈ സൈഡില് കണ്ടില്ലേ, ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഈ സൈഡില് സെൻട്രലില് ഒരു ഫ്ലവറാണ്. സ്ലീവും ലൈനിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. 48 ചെസ്റ്റ് വീതിയാണ് കേട്ടോ ഇത് വരുന്നത്. കണ്ടില്ലേ, ബാക്ക് ഭാഗവും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഞാൻ ചിലതിന്റെ ബാക്കേ കാണിച്ചിട്ടുള്ളൂ. അപ്പൊ ഇതിലൊരു കളറ് ഇനിയിപ്പോ ടാപ്പിന്റെ ആവശ്യമില്ല. അപ്പൊ ഇതോടു കൂടി നമ്മള് 240, 250 റേറ്റിന്റെ മാക്സികള് നിർത്താൻ പോവാണ് കേട്ടോ. നിർത്തല കണ്ടില്ലേ, ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ. കുറച്ചെടുത്ത് വെച്ചാൽ എന്നാലും ഉള്ളൊക്കെ കാണും. ഇങ്ങനെ ആകുമ്പോ നല്ല കണ്ടിരുന്നേ ഇതാട്ടോ. അപ്പൊ നമ്മള് എന്ത് ചെയ്യാ, നമ്മളിവിടെ ഉള്ള ബാലൻസ് മാക്സികൾ ഏതെങ്കിലുമൊക്കെ നമ്മള് ഷോർട്ട് വീഡിയോ ആയിട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ നമ്മളെ ഷോർട്ട് വീഡിയോ നിങ്ങൾ കാണണം. ഡിസ്കൗണ്ട് സെയിലായിട്ട് നമ്മൾ ഫുൾ വീഡിയോ കൊടുത്തിട്ടില്ലെങ്കിലും നമ്മൾ ജംബോ മാക്സി അതുപോലെ തന്നെ ഇതൊക്കെ നമ്മൾ ഷോർട്ട് വീഡിയോ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഷോർട്ട് വീഡിയോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന്റെ കളർ ചേഞ്ച് കണ്ടില്ലേ, സൂപ്പർ കളറല്ലേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇത് ഒക്കെ ഇതിന്റെ കളറൊക്കെ വെറൈറ്റി കളറുകളാട്ടോ, കണ്ടില്ലേ. അപ്പൊ അതിന്റെ അടുത്തൊരു കളർ വരുന്നത് കണ്ടില്ലേ, ഞാൻ പറഞ്ഞ ഇതുകൊണ്ടാണ്. ഇതൊരു ഇതാണ് ഇങ്ങനെ വരുന്നത്. അപ്പൊ ലാസ്റ്റ് ആൻഡ് ഫൈനൽ 250 കേട്ടോ. അപ്പൊ നമ്മള് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലും ആയിക്കോട്ടെ, ഇത് ലാസ്റ്റത്തെ ഇനി ഇതില് ഒരു മാക്സി കാണിക്കില്ല. 250 മാക്സികൾ കാണിക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, കാണിക്കാനുണ്ട്. അപ്പൊ ഇതാകണം കേട്ടോ. ഇത് ഇതോട് കൂടി നമ്മൾ എന്ത് ചെയ്തു, ഈ വീഡിയോയിലെ കലാശക്കൊട്ട് ഇതാണ്.
അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകണമെന്ന് വിചാരിക്കണു. ഇഷ്ടപ്പെട്ട എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല, ഗൂഗിൾ പേ ആണ്. ഗൂഗിൾ പേ നമ്മൾ വാട്സപ്പ് നമ്പർ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ക്യാഷ് അയച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ ഓൺലൈനിൽ ഉള്ള സമയത്ത് പേയ്മെൻറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് ഉണ്ടെങ്കിൽ നമ്മൾ ഏത് മെസ്സേജ് ആണെങ്കിലും നോട്ടിഫിക്കേഷൻ വരുമല്ലോ. കാരണം എന്താ വെച്ചാൽ ഒരുപാട് മെസ്സേജ് വരുന്ന ഇടയിൽ പേയ്മെൻറ്റ് നിങ്ങൾ ഓൺലൈനിൽ വരുന്ന സമയത്ത് ഞാനുണ്ടാവില്ല, ഞാൻ വരുന്ന സമയത്ത് നിങ്ങളുണ്ടാവില്ല. അപ്പം നമ്മൾ രണ്ട് കൂട്ടരും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. പക്ഷെ നിങ്ങൾ പേയ്മെൻറ്റ് അയച്ചു കഴിഞ്ഞാൽ കൺഫേം ആണെങ്കിൽ കൺഫേം ആണെന്ന് പറയാം. എന്താ വെച്ചാൽ ഇപ്പോൾ സീസൺ ആണല്ലോ, നമുക്ക് ഷോപ്പിലും തിരക്കാവും, പിന്നെ ഓൺലൈനിലും ഓർഡർ എടുക്കണം. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനോട് കൂടി അഡ്രസ്സും അയച്ചു തരികയാണെങ്കിൽ നമുക്ക് വേഗം ആ സാധനം ഇവിടുന്ന് മാറ്റി വെക്കാം. ചിലപ്പോൾ നമ്മൾ വീഡിയോ അപ്ലോഡ് ആവുന്ന സമയത്തായിരിക്കും നമ്മൾ ഈ അടുത്തൊക്കെ ഉള്ള ആൾക്കാർ വേഗം വന്നിട്ട് ഈ സാധനം വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവരും വരും. കാരണം അവർ ഇവിടെ വന്നാൽ കിട്ടുമല്ലോ എന്നുള്ള രീതിക്കാണ് അവർ വരിക. പക്ഷെ നമുക്ക് അവർക്കും കൊടുക്കണം, നിങ്ങൾക്കും തരണം. അപ്പോൾ ആരെ പേയ്മെൻറ്റ് ആദ്യം ചെയ്തു വെച്ചാൽ അവർക്കെല്ലാം നമ്മൾ കൊടുക്കുക. അപ്പോൾ അതുകൊണ്ടാണ് പറയണത്. പിന്നെ കുറേ ആൾക്കാർ സാധനങ്ങൾ എടുത്തു വെച്ചിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ട് ക്യാഷ് തരാത്തവരൊക്കെ വേഗം ഒന്ന് ഇതാക്കണം. അതേപോലെ തന്നെ നമ്മളടുത്ത് ചില പിഴവുകളൊക്കെ പറ്റാറുണ്ട്. അതിൽ ഇനി ആരുടെങ്കിലും സാധനങ്ങൾ കിട്ടാത്തതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്നും കൂടി ഓർമ്മപ്പെടുത്തി തരണം കേട്ടോ. ഇന്ന ആളത് കിട്ടിയിട്ടില്ല എന്നുള്ളതൊരു മെസ്സേജ് അയച്ച് തരണം. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.